ഗബ്രിയേൽ പാറൂട്ടി അച്ഛൻ പേപ്പർ വായിക്കരുന്നില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, പാറൂട്ടിക്ക് അച്ഛനെ കാണുമ്പോ മാത്രമേ സ്നേഹമുള്ളൂ. ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പാറൂട്ടി കുഴപ്പമില്ലാത്ത വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ അച്ഛൻ അമ്മയെ കാണാനായിട്ട്. എന്താ വരാത്തത്? ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വരുന്നേ, എന്നെ ആരെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോണ്ടേ? ഒച്ചൂടാ, കൊണ്ടുപോകാനല്ലാണ്ടാണ് പാറൂട്ടി വരാത്തത്. ഒരു വാക്ക് പറഞ്ഞ അച്ഛൻ ഓടി വന്ന് കൊണ്ടുപോകില്ലേ പാറൂട്ടിനെ അങ്ങോട്ട്? ഞാൻ വന്നു കഴിഞ്ഞാലേ ഭയങ്കര ചെലവാട്ടാ. അത്രക്ക് എക്സ്പെൻസീവ് ആണോ പാറൂട്ടി? അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല. പക്ഷെ മിഠായി അത് വളരെ കുറച്ചേ മേടിച്ചു തരുമല്ലോ. ഒരു ദിവസം 15 മതി. 15 കുറുമ്പിയാണല്ലോടി. എന്താണ് അച്ഛനും മോളും കൂടെ സംസാരം? ഒന്നുമില്ല. അതെ, പാറൂട്ടിന് ഞങ്ങള് കുഴിപ്പള്ളത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവളെ കുഴിപ്പള്ളത്ത് നിർത്തുന്നതിന്റെ പകുതി ചെലവ് പാറമട വീട്ടിൽ നിന്ന് കുഴിപ്പള്ളം വീട്ടിലേക്ക് അയച്ചു തരും. അത് കൊള്ളാലോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കും പാറൂട്ടിനെ വേണ്ടേ? പാറുവിനാണെങ്കിൽ വേണ്ട. പാറുവിന് വേണ്ടെന്നല്ലേ ചോദിച്ചേ? വേണ്ട. സംഭവം ഫുള്ള് കേട്ടില്ല. കണ്ടാച്ചാ, നമ്മളിവിടെ സംസാരിച്ചത് മൊത്തം കേട്ടത് പോലുമില്ല. അച്ഛൻ പാറുവിനെ വേണ്ടേ എന്നൊരു ചോദ്യം മാത്രമേ ചോദിച്ചോളൂ. രണ്ടാമത് ചിന്തിക്കുക പോലും ചെയ്യാതെ ഇവൻ വേണ്ടെന്ന് പറയുകയും ചെയ്തു. അച്ഛാ ചുമ്മാ പറയുന്നയാ. ഞാനെന്ന് പറഞ്ഞാലേ ചേച്ചിക്ക് ജീവനാ. ഞാൻ 2 ദിവസം അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാ ചേച്ചി പട്ടി മോങ്ങുന്ന പോലെ കിടന്നു പോകും. പിന്നെ മോങ്ങും. നീ ഇവിടുന്ന് പോയാൽ ആർക്കും സങ്കടം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് എനിക്ക്. ചേട്ടൻ അങ്ങനൊന്നും പറയല്ലേ. ചേട്ടന് പകല് കുഴപ്പമില്ല, പക്ഷെ രാത്രി കിടന്നുറങ്ങാൻ ഞാൻ വേണ്ടേ? അയ്യോ, ഇയാളില്ലെങ്കിൽ നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങൂല്ലേ? എന്താ എന്താ ഇവിടെ ഒരു സംസാരം? അല്ല പാറൂനെ, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞതാ. അമ്മ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ആരെങ്കിലും എണ്ണ തിരക്കി വന്നാലേ നമുക്ക് പറഞ്ഞുവിടാം. അതെ, കുഴിപ്പള്ളത്തെ വീട്ടിലെ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പാറുക്കുട്ടിയെ കുറേ നാള് നമ്മളിവിടെ കൊണ്ടു നിർത്തും. കുഴിപ്പള്ളത്തെ വീട്ടില് പണിയാ? മോളെ, നിനക്ക് അറിയത്തില്ലേ, ആ സൈഡിലത്തെ റൂമിലെ ടൈൽസ് മുഴുവൻ പൊട്ടിക്കിടക്കുക. ഇപ്പൊ മഴ പെയ്തപ്പത്തിന് അടുക്കള വശം മുഴുവൻ ചോർന്ന് ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബാത്റൂമും ഒക്കെ ഒന്ന് പുതുക്കി പഴയണം, അല്ലേ ഏട്ടാ? അത് മാത്രമല്ല മോളെ, ആ മതിലിന്റെ സൈഡിൽ ഒരു പ്ലാവ് വെപ്പില്ലേ, അതിന്റെ വേരിറങ്ങി ആ മതിലും പൊളിഞ്ഞിരിക്കുകയാണ്. മൊത്തത്തില് കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട് അവിടെ. പണികളൊക്കെ വേഗം തീർക്കണം. അതാണ് ഏറ്റവും കഷ്ടപ്പാടുള്ള കേസ്. പണിക്കാരെ കിട്ടണ്ടേ? ഇതിപ്പം പണിക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ഇടയ്ക്ക് വെച്ച് ലീവ് എടുത്ത് അവരുടെ പാട്ടിരങ്ങ് പോവും. നമ്മളൊരു 3 മാസം എസ്റ്റിമേറ്റ് ഇട്ട് ഈ പണി തീർക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസം എടുക്കുന്നത് തീരെ. അത് ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. അല്ല, അപ്പൊ വീട്ടില് മൊത്തം പൊടിയും പിന്നെ പൊളിക്കാനൊക്കെ പോവാണെങ്കിൽ താമസിക്കാൻ എന്ത് ചെയ്യും? അല്ല, ഇപ്പൊ അവള് പറഞ്ഞേക്കുന്നേ മംഗലാപുരത്തോട്ട് ചെന്ന് നിക്കാനാ. അതൊന്നും നടപടിയില്ലാത്ത കേസാണ് സീതേ. നമ്മൾ ഈ വീട് പണി തുടങ്ങി പണിക്കാരെ ഏൽപ്പിച്ചിട്ട് മംഗലാപുരത്ത് പോയി കിടന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പണിക്കാരുടെ തോന്നിയാസം ഒരിക്കലൂടാ. ഇതേപോലെ കേജു കേൾക്കണോട്ടാ, ഞാൻ കാഞ്ഞിര മറ്റേ KCB-യിലായിരിക്കുമ്പോ ജനറേറ്റർ റൂമിന്റെ അറ്റകുറ്റപ്പണി. ഈ ഒന്ന് നിർത്തുവോ? കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു ജനറേറ്റർ. കാര്യത്തിലേക്ക് വരാം. ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത്, കുഴിപ്പള്ളം വീടിന്റെ പരിസരത്ത് ഒരു വാടക വീട് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം, പണിക്കാരുടെ കാര്യങ്ങൾ എനിക്ക് നോക്കി നടത്തുകയും ചെയ്യാം. അയ്യോ ചേട്ടാ, ഞാൻ അത് പറയാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അവിടെ ഭാസ്കരൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ, അവിടെ 2 വാടക വീട് ഒഴിഞ്ഞിട്ടുണ്ടെന്ന്. അതൊന്ന് നമുക്ക് പോയി നോക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കത്തില്ലേ? പിന്നെ എത്രയും പെട്ടെന്ന് പോയി നോക്കണം. ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമ്മളെ ഇവിടെ നിൽക്കാൻ സമയമില്ല, ഞങ്ങൾ പോവാന്ന് പറഞ്ഞത്. അപ്പൊ വാടക വീട്ടിലേക്ക് മാറാൻ തീരുമാനിച്ചാ? പിന്നെ പണി തുടങ്ങിയാൽ പിന്നെ മാറേണ്ടി വരില്ലേ? ഓ വരുന്നില്ലേ? ഇറങ്ങട്ടെ, സമയമായി. ഇറങ്ങുക. അതെ, നമ്മള് പോവാന്ന് പറഞ്ഞിട്ട് ഒരാളെയും കാണുന്നില്ല. ഇതാണ് ഈ വീട്ടിലെ കുഴപ്പം. ചില സമയത്ത് ഒരാളെയും കാണില്ല. ഇവിടെ വല്ല ചർച്ച നടക്കുവാണെങ്കിൽ എല്ലാവരും ഓടിക്കൂടും. ചർച്ചകളൊക്കെ എപ്പോഴും നല്ലതാണ്. എല്ലാവരും കൂടി ഒരു കാര്യം തീരുമാനിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു പവർ ഉണ്ടാവും. എന്നാലും ഈടാ ഈ കേശുവിനോട് ഞാൻ ടാക്സി വിളിക്കാൻ പറയുമ്പോൾ എനിക്ക് വന്ന് അടുക്കളയിൽ എന്തോ കാര്യമായിട്ടുള്ള സംസാരം നടക്കുന്നുണ്ട്. ലച്ചുവേ, ഓ മോളെ ഇങ്ങ് വന്നേ.